ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അതിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ വീഡിയോയുടെ റെസൊല്യൂഷനും ആസ്പെക്ട് റേഷ്യും. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ എവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പ്ലേ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓരോ സോഷ്യൽ മീഡിയയിലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോസ് എല്ലാം ഞാനിവിടെ ഓടിച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഒരു പക്ഷേ യൂട്യൂബിലോ അല്ലെങ്കിൽ സിനിമ പോലെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ടിവിയിലൊക്കെ ഇട്ട് കാണാനാണെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആയിരിക്കും. ആദ്യം പറയുന്നത് വിഡ്ത്തും രണ്ടാമത് പറയുന്നത് ഹൈറ്റും ആണ്. അപ്പോൾ 16:9 എന്ന് പറയുമ്പോൾ 16 എന്നത് വിഡ്ത്തും 9 എന്നത് ഹൈറ്റും ആയിരിക്കും. ഇനി നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഫോളോ ചെയ്യേണ്ട ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 9:16 എന്നതാണ്. 9 എന്നത് വിഡ്ത്തും 16 എന്നത് ഹൈറ്റും ആണ്. ഇത് ഓൾറെഡി നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളിതിൽ ഏതാ വേണ്ടതെന്ന് ചൂസ് ചെയ്താൽ മതി. ഇനി 1:1 ഉണ്ട്, 4:3 ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് പല പല ആവശ്യങ്ങൾക്കാണ്. ഇതിനോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 16:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആണ്. കാരണം എനിക്ക് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. ഇനി ഞാനിത് ഈ സെയിം വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റണം 9:16 എന്നതാക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ റൊട്ടേറ്റ് ചെയ്യണം, എങ്കിലേ ഈ ആസ്പെക്ട് റേഷ്യോ ഫോളോ ചെയ്ത് ഇൻസ്റ്റഗ്രാം റീലിന് മാച്ചിങ് ആവുള്ളൂ. ഇനി അതല്ല മറ്റൊരു രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക, 9:16 എന്ന ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത ശേഷം ആ ഒരു വർക്ക് സ്പേസിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ മുകളിലും താഴെയും ഇങ്ങനെ ബ്ലാക്ക് ആയിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് നമുക്കിത് ക്രോപ്പ് ചെയ്യണം, അതായത് സൂം ചെയ്യണം. സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡെല്ലാം കട്ടായി പോവുകയും എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സൂം ചെയ്യാൻ അധികം സാധ്യതകളില്ല എന്നൊരു ഘട്ടം വരികയാണെങ്കിൽ പരമാവധി നിങ്ങൾക്ക് എത്രയാണ് സൂം ചെയ്യാൻ പറ്റുന്നത് ആ സൂം ചെയ്ത ശേഷം ബാക്കി ബ്ലാക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ സെയിം വീഡിയോയുടെ ഒരു കോപ്പി എടുക്കുക, എന്നിട്ട് സെയിം വീഡിയോയുടെ മുകളിലത്തെ ലെയറിൽ ഇടുക, എന്നിട്ട് താഴത്തെ ലെയറിൽ എടുക്കുന്ന ഈ വീഡിയോ ഫുള്ളി സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് ബ്ലർ ടൂൾ പോയി കഴിഞ്ഞാൽ നമുക്കത് ബ്ലർ ആക്കി വെക്കാം. അപ്പോൾ ഏറെക്കുറെ അതിൻ്റെ ഒരു അഭംഗി മാറി കിട്ടും. ഇതൊക്കെയാണ് ആസ്പെക്ട് റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് 2 പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ആസ്പെക്ട് റേഷ്യോ ടിപ്പ് യൂസ് ചെയ്യാം. മറ്റൊരു ടിപ്പുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വീഡിയോസ് ചെയ്ത് തരണം, വളരെ റേറ്റ് കുറവിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ DM വഴി കോൺടാക്ട് ചെയ്യുക, വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.